ഇന്ന് വന്നിട്ട് എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി സർപ്രൈസ് ആണ് ഈ കാണുന്നത്. അവൻ വന്നപ്പോഴേക്ക് കേക്ക് കണ്ടിട്ട് അവൻ ഞെട്ടിട്ടുണ്ടായിരുന്നു. വാഴയില വെട്ടാൻ പോയ അവനാണ് ആ കത്തിയും കൊണ്ട് കേക്ക് വെട്ടാനായിട്ട്. ഞാനും അമ്മയിലെ ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല. അങ്ങനെ ഇതേ ഏട്ടനും അവളും കൂടെ കേക്കൊക്കെ സെറ്റായി കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ട പ്രായം തോന്നെങ്കിലും നല്ല പ്രായം. ഫുള്ളൊരു തിക്കും തിരക്കുമായിരുന്നു കേട്ടോ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റേഷൻ കടയിൽ ക്യൂ നിൽക്കും പോലെ ഓരോരുത്തർ ക്യൂ നിന്ന് അവന്റെ വായിലേക്ക് കേക്കൊക്കെ കുത്തി കയറ്റി കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മളും നമ്മുടെ അകത്തേക്കും കയറ്റുന്നുണ്ട്. ഗിഫ്റ്റും കാര്യങ്ങളും രാത്രി തന്നെ കിട്ടി ബോധിച്ചത് കാരണം അവൻ കേക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പൊന്നുവിന്റെ സർപ്രൈസ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴിഞ്ഞത് ഈ കോലായിട്ടുണ്ട്. അതിൽ വലിയൊരു പീസ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഡയറ്റ് ആയത് കാരണം ഭയങ്കര ക്രേവിങ്സ് ആണ്. അത് അങ്ങനെ അങ്ങോട്ട് സദ്യ എന്നുണ്ട് പറയാൻ പറ്റിയില്ലെങ്കിലും എന്നെങ്കിലും പറയാൻ പറ്റിയിട്ടില്ല. ചെറിയൊരു സദ്യവട്ടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിയലും സാമ്പാറും അച്ചാറും രസവും ഉപ്പേരിയും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പായസം വെച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലെ മെയിൻ ഫുഡ് അടിക്കാർ ഡയറ്റ് ആണ്. അത് മാനിച്ച് നമ്മൾ തന്നെ പിറന്നാൾക്കാരന് അങ്ങോട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് വിളമ്പിട്ടോ. എന്നെക്കാളും വലിയ ഇലയിൽ ഒരു ഇച്ചിരി പോന്ന ചോറാണ് എനിക്ക് എന്റെ അനിയത്തി വിളമ്പി തന്നത്. ഡയറ്റ് എന്നാണ് ഒരു ഓർമ്മപ്പെടുത്തൽ കേട്ടോ. അങ്ങനെ അത് കിട്ടിയത് വെച്ചിട്ട് ഓണം പോലെ എന്ന് കരുതിയിട്ട് കഴിക്കുകയാണ്. ചിക്കൻ പീസ് ഒന്ന് നുള്ളിയതാണ്. ചൂട് കൊണ്ട് എന്റെ കൈ പൊള്ളിപ്പോയി. അപ്പൊ അത്രയേ ഉള്ളൂ.